ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഡി കെ ഫോംസ് ആയിരുന്നു അല്ലെ. റേഡിയോ ആക്റ്റീവ് ഡി കെയുടെ വിവിധ ഫോംസ്, ആൽഫ ഡി കെ, ബീറ്റ ഡി കെ, ഗാമ ഡി കെ, അതുപോലെ ആൽഫ റേ, ഗാമ റേ, ബീറ്റ റേ ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ആയിരുന്നു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡി കെ. ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡി കെ എനിക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കയ്യിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ബോർഡ് ഉപയോഗിക്കില്ല. ഓക്കെ, എന്തായിരുന്നാലും റേഡിയോ ആക്റ്റീവ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദ നമ്പർ ഓഫ് ആറ്റംസ് ഡീക്കേയിങ് പെർ സെക്കൻഡ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആക്ച്വലി പ്രസൻറ്റ് ഇൻ ദ സാമ്പിൾ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു സെക്കൻഡിൽ ഡീക്കേ ചെയ്യുന്ന ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു സാമ്പിളിൽ എത്ര ആറ്റം നിലവിലുണ്ടോ എന്നുള്ളതിന് പ്രൊപ്പോർഷണൽ ആണെന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ഡി കെയുടെ ലോ എന്ന് പറഞ്ഞാൽ. ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡി കെ എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് യുറാനിയത്തിൻ്റെ ഒരു സാമ്പിൾ വെച്ചിട്ടുണ്ട്, അത് ഡി കെ ചെയ്യുമല്ലോ. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് ഇങ്ങനെ ഡി കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്? നിലവിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലേ. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ദ നമ്പർ ഓഫ് ആറ്റംസ് ഡീക്കേയിങ് പെർ സെക്കൻഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ആറ്റംസ് ആക്ച്വലി പ്രസൻറ്റ് ഇൻ ദ സാമ്പിൾ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. ഒരു ഇൻസ്റ്റൻറ്റിൽ ഉള്ള സാമ്പിളിന് പ്രൊപ്പോർഷണലായിരിക്കും ഡീക്കേ ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു സാമ്പിളിനകത്ത് n ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു സാമ്പിളിനകത്ത് n ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കാം, ക്യാപിറ്റൽ N ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ കാണിച്ചാൽ അതിൻ്റെ ഡി കെ റേറ്റിന് എനിക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? ഡി കെന് എനിക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? dN/dt എന്ന് കാണിക്കാൻ പറ്റും. n ആറ്റംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ഡി കെ എനിക്ക് dN/dt എന്ന് കാണിക്കാൻ പറ്റും. ഇനി ഡി കെ ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, കുറയുന്നു എന്നുള്ളത് കാണിക്കാൻ ഞാനൊരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കും അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ എന്താണ്? ഈ dN/dt റേറ്റ് ഓഫ് ഡി കെ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ആറ്റംസ് ആൾറെഡി പ്രസൻറ്റ് ഇൻ ദ സാമ്പിൾ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? -dN/dt ഈസ് പ്രൊപ്പോർഷണൽ ടു n എന്ന് പറയാം അല്ലേ. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? dN/dt ഇസ് ഈക്വൽ ടു മൈനസ് ആ കോൺസ്റ്റൻറ്റ് ഞാൻ ലാംഡ നിർത്തും, ബാക്കി n എന്ന് കൊടുത്തു, നെഗറ്റീവ് ഞാൻ അപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ dN/dt ഈക്വൽ ടു മൈനസ് ലാംഡ n എന്ന് കൊടുത്തു. ലാംഡ എന്ന് പറയുന്നതാണ് ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡി കെ കോൺസ്റ്റൻറ്റ് എന്ന് പറയും. റേഡിയോ ആക്റ്റീവ് ഡി കെ കോൺസ്റ്റൻറ്റ് എന്ന് പറയും അല്ലേ. നെഗറ്റീവ് സൈൻ എന്താ കാണിക്കുന്നത്? ആ ആറ്റത്തിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ് കാണിക്കുന്നത് അല്ലേ. ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ടൊരു ഇക്വേഷൻ dN/dt ഈക്വൽ ടു മൈനസ് ലാംഡ n എന്ന് പറയാം. ഇതാണ് ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡി കെയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ഒരു ഡെറിവേഷൻ ചെയ്യാൻ പറ്റും, കാണിക്കാം. അതായത് നമ്മളിപ്പോൾ എഴുതിയത് എന്താണ്? dN/dt ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ n എന്നല്ലേ കാണിച്ചേ. ഇതൊരു ശരിക്കൊരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ വരുന്നൊരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ എനിക്കിതിനെ എഴുതാൻ പറ്റും dN/, ആ എന്നിനെ ഇങ്ങോട്ട് എടുക്കുക, dN/n ഈക്വൽ ടു മൈനസ് ലാംഡ dt എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി എനിക്കിതിന് എന്നിൻ്റെ വാല്യൂ കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ മതി? രണ്ട് സൈഡിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ, ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യലി ഈ ഒരു സാമ്പിളിനകത്ത് n0 പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഇനീഷ്യലി നമ്മൾ ടൈം 0 ആയിരിക്കുമ്പോൾ ആ t ഈക്വൽ ടു t0 അല്ലെങ്കിൽ t ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം കേട്ടോ. ഇനീഷ്യലി നമ്മൾ ടൈം 0 ആയിരിക്കുമ്പോൾ അതിനകത്ത് അതിനകത്ത് n0 പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക, ക്യാപിറ്റൽ N0 പാർട്ടിക്കിൾസ്. അതായത് നമ്മളൊരു സാമ്പിൾ കാണുന്ന സമയത്ത് അതിനകത്ത് t ഈക്വൽ ടു 0 എടുത്തു, ആ സമയത്ത് അതിനകത്ത് n0 പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കരുതുക അല്ലേ. ആഫ്റ്റർ എ ടൈം t അല്ലേ, ആറ്റ് t ഈക്വൽ ടു സം ടൈം t, ഒരു ഫൈനൈറ്റ് ടൈം t കഴിഞ്ഞാൽ അതിനകത്ത് റിമൈനിങ് പാർട്ടിക്കിൾസ് n ആണെന്ന് കരുതുക, n പാർട്ടിക്കിൾസ് ബാക്കിയുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വെച്ചാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? എനിക്ക് എന്ത് കൊടുക്കാം? n0 ഉണ്ടായിരുന്നു തുടക്കത്തിൽ, അത് n ആയി മാറി അല്ലേ. ഇനീഷ്യലി ടൈം എത്രയായിരുന്നു? 0 ആയിരുന്നു, അത് t ആയി മാറി അല്ലേ. ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രൽ dN/n dx/x എന്നുള്ള ഫോമാണ് അല്ലേ. അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? ഇൻറ്റഗ്രൽ dx/dx എന്ന് പറഞ്ഞാൽ log x എന്നാണ് വരിക. അതുകൊണ്ട് ഇവിടെ എന്ത് വരും? log n എന്ന് വരും. ലിമിറ്റ് എന്താണ്? n0 to n എന്ന് വരും. ഇവിടെ എന്താ വരിക? മൈനസ് ലാംഡ ഇൻറ്റു ഇൻറ്റഗ്രൽ dt പറഞ്ഞാൽ t, 0 to t ലിമിറ്റ് കൊടുത്താൽ t എന്ന് വരും. അപ്പോൾ മൈനസ്
ലാംഡ ടി എന്ന് വരും അല്ലേ, മൈനസ് ലാംഡ ടി എന്ന് വരും അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യാം, ഇതിനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലോഗ് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുത്താൽ ലോഗ് എൻ വരും, മൈനസ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുത്താൽ എൻ സീറോ എന്ന് വരും അല്ലേ. അപ്പോൾ ലോഗ് എൻ മൈനസ് ലോഗ് എൻ സീറോ ഈക്വൽ ടു മൈനസ് ലാംഡ ടി എന്ന് കൊടുക്കാം. ഈ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി അല്ലേ. അപ്പോൾ ലോഗ് എൻ മൈനസ് ലോഗ് എൻ സീറോ എന്ന് പറഞ്ഞാൽ എന്താവും, ലോഗ് എൻ ബൈ എൻ സീറോ, എൻ ബൈ എൻ സീറോ ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ ടി എന്ന് കിട്ടും അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്യുക. രണ്ട് സൈഡിലും ഞാൻ എന്ത് ചെയ്യുക, എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്തെന്ന് വെച്ച് ചെയ്യുക, ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ. എന്താണ് റിസൾട്ട്, ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ആണ്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇ റൈസ് ടു ലോഗ് എൻ ബൈ എൻ സീറോ എന്ന് വരും. എന്ന് പറഞ്ഞാൽ എന്ത് വരും, എൻ ബൈ എൻ സീറോ എന്ന് വരും അല്ലേ. ഇ റൈസ് ടു ലോഗ് എൻ ബൈ എൻ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ ബൈ എൻ സീറോ ഈക്വൽ ടു എന്ത് കിട്ടും, ഇ റൈസ് ടു മൈനസ് ലാംഡ ടി എന്ന് കിട്ടും. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്താൻ പറ്റും, എൻ ഈക്വൽ ടു എൻ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഈ ഇക്വേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇതെന്താ കാണിക്കണത്, ഇനീഷ്യലി എൻ സീറോ പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നൊരു സാമ്പിള് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ടി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ബാക്കി ഉണ്ടാകുന്ന പാർട്ടിക്കിൾസ് എത്രയാണ്, എൻ. അതിൻ്റെ ഫോർമുല എന്താ, എൻ ഈക്വൽ ടു എൻ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി. ഇനീഷ്യലി എൻ സീറോ പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ടി സമയത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഡീകേ ചെയ്തിട്ട് ബാക്കി എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും, എൻ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതിനുള്ള ഫോർമുലയാണെന്ത്, ഇത് അല്ലേ. ഓക്കെ, അപ്പോൾ അത് ടൈമിനനുസരിച്ച് എക്സ്പോണൻഷ്യലി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടെ ഈ ഒരു ഇക്വേഷനകത്ത് ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം. ആക്ടിവിറ്റി ഓഫ് എ സാമ്പിൾ. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആക്റ്റീവ് ആണെന്നുള്ളതാണ് അല്ലേ, ആക്ടിവിറ്റി ഓഫ് എ സാമ്പിൾ. ദ ടോട്ടൽ ഡീകേ റേറ്റ് ഓഫ് എനി റേഡിയോ ആക്റ്റീവ് ന്യൂക്ലൈഡ് ഈസ് കാൾഡ് ആക്ടിവിറ്റി. ടോട്ടൽ ഡീകേ റേറ്റിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണെന്ത്, ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡീകേ റേറ്റ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഡി എൻ ബൈ ഡി ടി ആണെന്ത്, ഡീകേ റേറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ. അത് ഡീകേ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ എനിക്ക് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആക്ടിവിറ്റി ആർ, ആക്ടിവിറ്റിയെ നമ്മൾ ആർ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ ആക്ടിവിറ്റി ആർ ഈക്വൽ ടു മൈനസ് ഡി എൻ ബൈ ഡി ടി എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ തൊട്ട് മുമ്പ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു, എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി ആണെന്ന് ഒബ്റ്റെയിൻ ചെയ്തു. അങ്ങനെയാണെന്ന് എനിക്ക് ആർ എന്ത് ചെയ്താൻ പറ്റും, ആർ ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് എന്നിന് പകരം എനിക്ക് എന്ത് ചെയ്താൻ പറ്റും, എൻ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ എന്താ വരിക, മൈനസ് എൻ സീറോ പുറത്തെടുക്കാം, ഡി ബൈ ഡി ടി ഓഫ് ഇ റൈസ് ടു മൈനസ് ലാംഡ ടി എന്ന് പറഞ്ഞാൽ എന്താ വരിക, മൈനസ് ലാംഡ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ടി എന്ന് വരും അല്ലേ. ഇ റൈസ് ടു എക്സിൻ്റെ ഇ റൈസ് ടു എക്സ് തന്നെ, പിന്നെ മൈനസ് ലാംഡ ടി വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്താൽ എന്ത് വരും, മൈനസ് ലാംഡ എന്ന് വരും. ആ മൈനസും കട്ട് ചെയ്ത് പോവും, ബാക്കി എന്ത് വരും, ആർ ഈക്വൽ ടു എൻ സീറോ ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി എന്ന് വരും അല്ലേ. എൻ സീറോ ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി എന്ന് കിട്ടും. ഈ എൻ സീറോ ലാംഡയെ റീപ്ലേസ് ചെയ്തിട്ട് ആർ സീറോ എന്നാക്കി അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും, ആർ ഈക്വൽ ടു ആർ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി എന്ന് എഴുതാൻ പറ്റും അല്ലേ. വേർ ആർ സീറോ ഈക്വൽ ടു എന്ത്, എൻ സീറോ ലാംഡ, ആർ സീറോ ഈക്വൽ ടു എൻ സീറോ ലാംഡ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആർ ഈക്വൽ ടു ആർ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി എന്നുള്ളതാണ് ആക്ടിവിറ്റികളുടെ എക്സ്പ്രഷൻ. അപ്പോൾ രണ്ടും ഒരേ ഫോമാണ്. എൻ ഈക്വൽ ടു എൻ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടിയും ആർ ഈക്വൽ ടു ആർ സീറോ ഇ റൈസ് ടു മൈനസ് ലാംഡ ടിയും സെയിം ഫോമാണ് അല്ലേ. ഒന്ന് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്, ഒന്ന് ആക്ടിവിറ്റി ആണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഈ ആക്ടിവിറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ബെക്വറേലാണ്. കാരണം ഹെൻറി ബെക്വറേലാണ് ഈ ആക്ടിവിറ്റിയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ബെക്വറേലിൻ്റെ യൂണിറ്റ്, ഒരു ബെക്വറേൽ എന്ന് പറഞ്ഞാൽ 1 DK/s ആണ്. 1 DK/s എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് അല്ലേ. നമ്മൾ ദൂരെ അളക്കുമ്പോൾ മില്ലിമീറ്റർ ഒക്കെ എടുക്കണ പോലെയാണ്, വളരെ ചെറിയ അളവാണ്. അതുകൊണ്ട് ട്രഡീഷണലായിട്ട് നമ്മൾ ക്യൂരി എന്നുള്ളൊരു യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ക്യൂരി എന്നുള്ളൊരു യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്. മാഡം മേരി ക്യൂരി കേട്ടിട്ടില്ലേ, അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട് ക്യൂരി എന്നുള്ളൊരു യൂണിറ്റും അതിനെ സൂചിപ്പിക്കാറുണ്ട്. ക്യൂരിയെ നമ്മൾ CI കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. 1 ക്യൂരി എന്ന് പറഞ്ഞാൽ ഏകദേശം 3.7 × 10⁻10 DK/s ആണ്, അല്ലെങ്കിൽ ബെക്കറേലാണ്. BQ, ബെക്കറേൽ BQ കേട്ടോ.
1 ക്യൂരി എന്ന് പറഞ്ഞാൽ 3.7 × 10 DK/s അല്ലെങ്കിൽ 3.7 × 10 ബെക്യുറേലാണെന്ത് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്യൂരി എന്ന് പറയുന്നത് വലിയൊരു ക്വാണ്ടിറ്റിയാണ്, കാരണം 3.7 × 10 ബെക്യുറേലാണ് കേട്ടോ. അപ്പോൾ അതാണെന്ത് നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹാഫ് ലൈഫ് അതുപോലെ മീൻ ലൈഫ്. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ദ ടൈം ആഫ്റ്റർ വിച്ച് ദ ആക്ടിവിറ്റി ഓഫ് എ സാമ്പിൾ ബിക്കംസ് ഹാഫ് ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ. ഇനീഷ്യലി ഒരു സാമ്പിളിന് ഒരു ആക്ടിവിറ്റി ഉണ്ടാവും. നമുക്കൊരു സാമ്പിൾ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ അതിനൊരു ആക്ടിവിറ്റി ഉണ്ടാവും. ഇനി കുറേ സമയം കഴിഞ്ഞാൽ അതിൻ്റെ ആക്ടിവിറ്റി ഇങ്ങനെ കുറയും അല്ലേ. അപ്പോൾ നമ്മളെ കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ പകുതി ആക്ടിവിറ്റി ആവാനെടുത്ത സമയത്തിനെയാണ് നമ്മൾ എന്താ പറയുക, ഹാഫ് ലൈഫ് എന്ന് പറയാം. അല്ലെങ്കിൽ തിരിച്ചും പറയാം, ക്വാണ്ടിറ്റി എന്നും പറയാം. അപ്പോൾ നമുക്ക് N0 ആറ്റംസ് കിട്ടിയെന്ന് എഴുതാം. ഒരു സാമ്പിൾ കിട്ടിയതിനകത്ത് N0 സാമ്പിൾസ് ഉണ്ട് എഴുതാം, N0 ആറ്റംസ് ഉണ്ടെന്ന് എഴുതാം. അത് T സമയം കഴിഞ്ഞപ്പോൾ എന്തായി, അത് പകുതിയായി എഴുതുക. ആ സമയത്തെ പറയുന്നവരാണ് ഹാഫ് ലൈഫ് അല്ലേ. ദ ടൈം റിക്വയർഡ് ഫോർ ഹാഫ് ഓഫ് ദ പാരൻറ്റ് മെറ്റീരിയൽ ടു ഡീകേ ടു ഹാഫ് ഈസ് കാൾഡ് ഹാഫ് ലൈഫ് അല്ലേ. പകുതിയായി ഡീകേ ചെയ്യാനെടുത്ത സമയത്തെയാണ് നമ്മൾ എന്താ പറയുക, ഹാഫ് ലൈഫ് എന്ന് പറയാം അല്ലേ. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞു, എന്തായിരുന്നു, n = N0 e⁻ λT എന്നുള്ളൊരു എക്സ്പ്രഷൻ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഹാഫ് ലൈഫിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കുകയാണ്. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ T ഹാഫ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ അറ്റ് T = T ഹാഫ്, ക്യാപിറ്റൽ T ഹാഫ്, ഇങ്ങനെയാണ് നമ്മൾ ഹാഫ് ലൈഫിനെ റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. T ഹാഫ് എന്നുള്ളത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ടൈം ഹാഫ് ലൈഫ് ആയി കഴിഞ്ഞാൽ ആക്ടിവിറ്റി എന്താവും, അല്ലെങ്കിൽ ഇതിൻ്റെ നമ്പർ എന്താവും, പകുതിയാവും. അപ്പോൾ ഇനീഷ്യലി നമ്മൾ N0 പാർട്ടിക്കിളിന് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ T സമയം കഴിഞ്ഞാൽ N പാർട്ടിക്കിൾസ് ബാക്കി ഉണ്ടാവില്ലേ. അപ്പോൾ T ഹാഫ് സമയം കഴിഞ്ഞാലോ N എന്നുള്ള എന്താവും, ആ T = T ഹാഫ് എന്താവും, N റിമൈനിങ് പാർട്ടിക്കിൾസ് എന്താവും, പകുതിയാവും. ഇനീഷ്യലി ഉണ്ടായിരുന്നതിൻ്റെ പകുതി പറഞ്ഞാൽ N0/2 ആവും. ക്ലിയർ ആയോ? ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ സാമ്പിളിന് പകുതിയാണ് എടുത്ത സമയമാണ്. അപ്പോൾ T = T ആകുമ്പോൾ N = N0/2 ആവും. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ N-ന് പകരം N0/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ N0 e⁻ λT ഹാഫ് എന്ന് വരും. ഇനി ഇതിന് T ഹാഫ് എന്നൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ N0 കട്ട് ചെയ്ത് പോകും അല്ലേ. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, അപ്പുറത്തും ഇപ്പുറത്തും റെസിപ്രോക്കൽ എടുക്കുക. 1/2ൻ്റെ റെസിപ്രോക്കൽ എന്താവും, 2/1 എന്ന് പറഞ്ഞാൽ 2 ആവും. e⁻ λT ഹാഫിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ e⁻λT ഹാഫ് ആവും അല്ലേ. ഇനി ഈ T ഹാഫിനെ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ എന്താ ചെയ്യുക, അപ്പുറത്തും ഇപ്പുറത്തും എക്സ്പോണൻഷ്യൽ എടുക്കുക. അപ്പോൾ എന്താ വരിക, log 2 = log e⁻λT ഹാഫ് എന്താവും, λT ഹാഫ് എന്നാവും അല്ലേ. log e⁻x പറഞ്ഞാൽ x അല്ലേ, ആ ഒരു കൺസെപ്റ്റാണ് എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, log 2 = λT ഹാഫ്. അപ്പോൾ T ഹാഫ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, log 2/λ എന്ന് വരും അല്ലേ. ഈ log 2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.693 ആണ്. 0.693 / λ എന്ന് വരും. ഇതാണ് നമ്മുടെ ഹാഫ് ലൈഫ് കാണാനുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ. T ഹാഫ് = 0.693/λ എന്ന് പറയാം. ഓക്കെ, T ഹാഫ് = 0.693/λ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ 60% ഓഫ് എ സാമ്പിൾ ഓഫ് റാഡോൺ ടു ഡീകേ. ഓക്കെ, റാഡോണിൻ്റെ ഒരു സാമ്പിൾ തന്നിട്ടുണ്ട്, റാഡോൺ RD. ഓക്കെ, അതിൻ്റെ ഒരു സാമ്പിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഹാഫ് ലൈഫ് 3.82 days ആണ്. എന്താ തന്നിട്ടുള്ളത്, ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 3.82 days ആണ്. ഓക്കെ, അതിൻ്റെ തന്നിരിക്കുന്നതിൻ്റെ 60% ഡീകേ ചെയ്ത് പോകാനെടുത്ത സമയം എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ്, N = N0 e⁻λT എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് അല്ലേ. λ_T ഇതാണ് ഫോർമുല ആണല്ലോ. ഇനി ഇതിനകത്ത് നമുക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ 60% ഓഫ് എ റാഡോൺ സാമ്പിൾ ടു ഡീകേ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണ് വെച്ചാൽ നമുക്ക് എന്ത് പറയാം, ഈ ഇക്വേഷനകത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക ഇക്വേഷൻ. നമുക്ക് T ആണ് കാണേണ്ടത്, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് എന്നാണ് ചോദിച്ചത്. T ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നിന്ന് T കാണാൻ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ N/N0 = e⁻ λT എന്ന് എഴുതി കൂടെ.
ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ എന്താ വരിക? n0/n എന്ന് വരും. n0/n ഈക്വൽ ടു e⁻λt എന്ന് വരും. റെസിപ്രോക്കൽ എടുത്താൽ ഇവിടെ മൈനസ് എന്നുള്ളത് പ്ലസ് ആവും. ഇനി ഇതിൻ്റെ ലോഗരിതം എടുക്കുക. അപ്പോൾ എന്താ വരിക? log n0/n ഇസ് ഈക്വൽ ടു λt എന്ന് വരും. നമുക്ക് ടി അല്ലേ കാണണ്ടേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ടി ഈക്വൽ ടു എന്ത് ചെയ്താം? 1/λ log n0/n എന്ന് വരും. log n0/n എന്ന് വരും അല്ലേ? ആണല്ലോ. ഇപ്പോൾ നമുക്ക് എന്തായി? ടൈം കാണാനുള്ള ഇക്വേഷനായി. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് എന്ന് പറഞ്ഞാൽ ടൈമാണ് കാണണ്ടേ. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേ? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ 60% ഓഫ് ദ സാമ്പിൾ ടു ഡിക്കേ. ഒരു സാമ്പിൾ നമുക്ക് തന്നു, അതിൻ്റെ 60% ഡീക്കേ ചെയ്ത് പോകാനെടുത്ത സമയം എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ 60% ഡീക്കേ ചെയ്തു എന്ന് പറഞ്ഞാൽ 40% ബാക്കിയുണ്ട് എന്നർത്ഥം. ആ ഒരു കാര്യം മാത്രമാണ് ആ ക്വസ്റ്റ്യനിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 60% ഡീക്കേ ചെയ്ത് പോകാൻ എത്ര സമയം എടുത്തു എന്ന് ചോദിച്ചാൽ ബാക്കി എത്ര ഉണ്ടാവും? 40 ഉണ്ടാവും. അപ്പോൾ n എന്ന് പറയുന്നത് എത്രയാണ്? ഞാൻ കാണിച്ചു തരാം. n എന്ന് പറയുന്നത് 40/100 ഇൻറ്റു n0 ആണ്. ഇതാണ് അവിടെ ട്വിസ്റ്റ് അല്ലേ? 100% ഡേ നമുക്ക് തന്നപ്പോൾ അതിൻ്റെ 60% ഡീക്കേ ചെയ്താൽ ബാക്കി എത്രയാണ്? 40%. അപ്പോൾ n എന്ന് പറഞ്ഞാൽ റിമൈനിങ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 40/100 ഇൻറ്റു n0 എന്ന് വരും. ഈ ഒരു മാത്രമാണ് അതിൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ്? n0/n അല്ലാണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് n0/n എന്ന് പറഞ്ഞാൽ എന്ത് വരിക? n0/n എന്ന് പറഞ്ഞാൽ 100/40 എന്ന് വരും. 100/40 അല്ലേ? അത് വന്നു ആണല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് ലാംഡ കാണണം. അപ്പോൾ n0/n കിട്ടിയോ? ഇതിനകത്ത് n0/n കിട്ടി. ഇനി ലാംഡ കാണണം. ലാംഡ കാണാൻ സിമ്പിൾ ഫോർമുല ഉണ്ട്. എത്രയാണ്? 0.693/t12. കാരണം എന്താണ്? t12 എന്ന് പറഞ്ഞാൽ 0.693/λ അല്ലേ? അപ്പോൾ ലാംഡ പറഞ്ഞാൽ 0.693/t12. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് ഒരു 5.05 ഡേയ്സ് ആണ്. ഓക്കെ, ജസ്റ്റ് കാൽക്കുലേറ്റർ എടുത്തിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 5.05 ഡേയ്സ് കിട്ടും. ആ ഡേയ്സ് എന്നുള്ളത് സെക്കൻഡിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ആൻസറും ഡേയ്സിലാണ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ടേമും കൂടെ ഡിസ്കസ് ചെയ്യാണ്ട്, മീൻ ലൈഫ്. ഹാഫ് ലൈഫാണ് നമ്മൾ പറഞ്ഞത്, മീൻ ലൈഫ്. ഓക്കെ, അപ്പോൾ ഈ മീൻ ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹാഫ് ലൈഫ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 5 കിലോ ഉള്ളൊരു സാധനം നമുക്കുണ്ട് കരുതുക. 5 കിലോ ഉള്ളൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്, യുറാനിയം. അതിൻ്റെ ഹാഫ് ലൈഫ് 3 days ആണെന്ന് കരുതുക. ഓക്കെ, അതിൻ്റെ അർത്ഥം 3 ദിവസം കഴിഞ്ഞാൽ അതെന്താവും? 2.5 കിലോ ആവുന്നതാണ് അല്ലേ? അപ്പോൾ നമ്മൾ എഴുതും 6 ദിവസം കഴിഞ്ഞാൽ അത് മുഴുവൻ തീരുന്നു കരുതും. അങ്ങനെയല്ലേ നമ്മൾ സാധാരണയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക? അങ്ങനെയല്ലേ? 5 കിലോ നമ്മുടെ കയ്യിലുണ്ട്, 3 ദിവസമാണ് അതിൻ്റെ ഹാഫ് ലൈഫ്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞാൽ 5 കിലോ എന്നുള്ള എത്രയാവും? 2.5 ആവും അല്ലേ? അപ്പോൾ 6 ദിവസം കഴിഞ്ഞാലോ അത് ഉണ്ടാവില്ല എന്നാവും. പക്ഷേ അങ്ങനെയല്ല. ഓക്കെ, ഹാഫ് ലൈഫിൻ്റെ കൺസെപ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് പറഞ്ഞത് ശരിയാണ്, 5 കിലോ ഉണ്ട്, അത് 3 ദിവസം കഴിഞ്ഞാൽ എന്താവും? 2.5 കിലോ ആവും. ഓക്കെ, ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന എത്രയാണ്? 2.5 കിലോ. ഇനി ആ 2.5 കിലോൻ്റെ ഹാഫ് ലൈഫ് എത്ര തന്നെയാണ്? 3 days ആണ്. അപ്പോൾ 2.5 കിലോ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1.25 കിലോ ആവാൻ എത്ര ദിവസം എടുക്കും? 3 ദിവസം എടുക്കും. മനസ്സിലായോ? ഈ 6 ദിവസം കഴിഞ്ഞപ്പോൾ എത്ര ഉണ്ടാവും? 1.25 കിലോ ഉണ്ടാവും. ഈ 1.25 കിലോ അതിൻ്റെ ഹാഫ് ലൈഫ് എത്രയാണ്? 3 ദിവസമാണ്. അപ്പോൾ 9 ദിവസം കഴിഞ്ഞാൽ 1.25ൻ്റെ പകുതി എത്രയാണ്? 1.25ൻ്റെ പകുതി 1/2 എറൗണ്ട് അത്രേ അല്ലേ? പിന്നെ അതിൻ്റെ പകുതി, പിന്നെ അതിൻ്റെ പകുതി, അങ്ങനെ പോണത്. അപ്പോൾ 6 ദിവസം കൊണ്ട് തീരുന്നില്ലല്ലോ. കൺസെപ്റ്റ് മനസ്സിലായോ? അതാണ് മനസ്സിലാക്കണം. അതാണ് തെറ്റിദ്ധരിക്കപ്പെടാറുള്ളത്. 10 കിലോ എടുത്താൽ സിമ്പിളാണ്. 10 കിലോ 3 ദിവസം കഴിഞ്ഞാൽ 5 കിലോ ആവും അല്ലേ? ഇനി 3 ദിവസം കഴിഞ്ഞാൽ 5 കിലോ അല്ലേ 2.5 ആവും. വേറെ 3 ദിവസം എടുത്താൽ 2.5 ഉള്ളത് 1.25 ആവും. അങ്ങനെയാണ് കുറയുക. മനസ്സിലായോ? അപ്പോൾ അത് മാറിപ്പോരുത്. അതുകൊണ്ട് മീൻ ലൈഫ് എന്ന് പറയുന്നതും ഹാഫ് ലൈഫ് ആണ് ഡിഫറെൻ്റ് ആണ്. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ സാമ്പിളിൻ്റെ എമൗണ്ട് പകുതിയാകാനെടുത്ത സമയം. എന്നാൽ മീൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പിൾ നമ്മൾ വെച്ചു, അതിൻ്റെ മൊത്തം ആയുസ്. ഒരു സാമ്പിൾ നമ്മൾ വെച്ചാൽ അത് ഏകദേശം എത്ര കാലം അങ്ങനെ നിൽക്കും, ഫുള്ള് ഡീക്കേ ചെയ്തെടുക്കാൻ എത്ര സമയം എടുക്കും, ആവറേജ് ആയുസ്, അതാണ് മീൻ ലൈഫ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മീൻ ലൈഫിനെ കുറിച്ച് നിങ്ങളുടെ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ച് അധികമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അത്രയൊന്നും എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ. മീൻ ലൈഫിന് നമ്മൾ സാധാരണയായിട്ട് എന്താ പറയുക, ടി ബാർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും അല്ലേ? ടി ബാർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/λ. ഓക്കെ,
മീൻ ലൈഫിനുള്ള ഫോർമുല എന്താണ്? 1/λ. ഈ ഒരു ഫോർമുല മതി, അല്ലാതെ കൂടുതൽ എക്സ്പ്ലനേഷൻ അതിനെക്കുറിച്ച് ആവശ്യമില്ല. ടെക്സ്റ്റിൽ കുറച്ച് അധികമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ റെസിപ്രോക്കൽ ഓഫ് ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡി കെ കോൺസ്റ്റൻറ്റ് ലാംഡ ഈസ് കാൾഡ് മീൻ ലൈഫ് അല്ലേ. മീൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ എങ്ങനെ പറയാം? ദ ആവറേജ് ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് സാമ്പിൾ എന്ന് പറയാം അല്ലേ. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാലോ ദ ടൈം റിക്വയർഡ് ഫോർ ദ ആക്ടിവിറ്റി ടു ബിക്കം ഹാഫ് അല്ലെങ്കിൽ സാമ്പിൾ ടു ബിക്കം ഹാഫ് എന്ന് പറയാം. ഇതങ്ങനെയല്ല, ആവറേജ് ലൈഫ് ടൈമാണ് ഇത്. അതിൻ്റെ ഫോർമുല എന്താണ്? 1/λ. അപ്പോൾ അതെങ്ങനെയാണ് 1/λ? 1/λ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എത്രയാണ്? 0.693/t½ എന്ന് പറഞ്ഞു. ലാംഡ എന്ന് പറഞ്ഞാൽ 0.693/t½ അല്ലേ. അതുകൊണ്ട് എനിക്ക് മീൻ ലൈഫ് ടി ബാർ ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? t ½/0.693 എഴുതാൻ പറ്റും അല്ലേ. t½/0.693 എഴുതാം. ഇനി 1/0.693 എത്രയേ? 1.44 ആണ്. 1.44 ഇൻറ്റു t½ എന്ന് പറയാം അല്ലേ. അപ്പോൾ മീൻ ലൈഫ് ഈക്വൽ ടു 1.44 ഇൻറ്റു t½ എന്ന് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ഇതാണ് എന്ത്? മീൻ ലൈഫ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് കാർബൺ ഡേറ്റിംഗ്. ഓക്കെ, അതിൻ്റെ ഒരു കൺസെപ്റ്റ് സിമ്പിളാണ്, അതൊന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ബാക്കി നമുക്ക് നോക്കാം. ഇനി ഇതിൽ പഠിക്കാനുള്ളതാണ് റേഡിയോമെട്രിക് ഡേറ്റിംഗ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പിന്നെ ഫോസിൽസിൻ്റെ ഒക്കെ ഏജ് കാണാനുള്ള ഒരു ടെക്നിക്കാണ്. ഓക്കെ, ഇനി അത് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് നോക്കാം. നിങ്ങൾക്ക് ഈ നോട്ടും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടെക്സ്റ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നോക്കാം, കോസ്മിക് റേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഹൈ എനർജി ആറ്റോമിക് ന്യൂക്ലിയൈ, ചീഫ്ലി പ്രോട്ടോൺസ്. കോസ്മിക് റേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റേഡിയേഷൻസ് ആണ്. ഓക്കെ, അതിൻ്റെ ഒറിജിൻ വ്യക്തമല്ല. ഓക്കെ, എല്ലാ സമയത്തും നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന റേസ് ആണ് കോസ്മിക് റേസ്. ഇതിനകത്ത് എന്തുണ്ട്? ഹൈ എനർജി ആറ്റോമിക് ന്യൂക്ലിയൈ ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു മെമ്പേഴ്സാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ About 10⁻18 of them reach the earth each second. ഓരോ സെക്കൻഡിലും 10⁻18 കോസ്മിക് റേസ് നമ്മുടെ എർത്തിലേക്ക് വരുന്നുണ്ട്. When they enter the atmosphere, they collide with nuclei of atoms in their path to produce showers of secondary particles. ഈ പാർട്ടിക്കിൾസ്, ഈ കോസ്മിക് റേസ് അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ, അറ്റ്മോസ്ഫിയറിൽ വന്നു കഴിഞ്ഞാൽ അവർ അവിടെയുള്ള ആറ്റോമിക് ന്യൂക്ലിയായിട്ട് റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ കൊളൈഡ് ചെയ്തിട്ട് സെക്കൻഡറി പാർട്ടിക്കിൾസ് ഉണ്ടാക്കും. ഈ സെക്കൻഡറി പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്പറാണ് നൈട്രജൻ ന്യൂക്ലിയൈ. എമംഗ് ദീസ് സെക്കൻഡറീസ് ആർ ന്യൂട്രോൺസ് ദാറ്റ് ക്യാൻ റിയാക്ട് ഈ സെക്കൻഡറി പാർട്ടിക്കിൾസിൽ പ്രധാനപ്പെട്ട ഒരു മെമ്പറീസ് ആണ് ന്യൂട്രോൺസ്. ഓക്കെ, എമംഗ് ദീസ് സെക്കൻഡറീസ് ആർ ന്യൂട്രോൺസ് ദാറ്റ് ക്യാൻ റിയാക്ട് വിത്ത് നൈട്രജൻ ന്യൂക്ലിയൈ ഇൻ ദ അറ്റ്മോസ്ഫിയർ ടു ഫോം റേഡിയോ കാർബൺ. കൺഫ്യൂസ്ഡ് ആവരുത്. കോസ്മിക് റേസ് വന്നു, അതിൽ പ്രധാനപ്പെട്ട ആളുകൾ പ്രോട്ടോൺസ് ആണ്. അവർ വന്നിട്ട് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലെല്ലാം ന്യൂക്ലിയസിനായിട്ട് ഇടിച്ചിട്ട് സെക്കൻഡറി പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ സെക്കൻഡറി പാർട്ടിക്കിൾസിലെ ഒരു പ്രധാന മെമ്പേഴ്സാണ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. ഈ ന്യൂട്രോൺസ് അന്തരീക്ഷത്തിലുള്ള നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, ആ റിയാക്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നൈട്രജൻ 714 അല്ലേ നൈട്രജൻ എന്ന് പറയുന്നത്, അത് അറ്റ്മോസ്ഫിയറിലുണ്ട്. ഇത് സെക്കൻഡറി പാർട്ടിക്കിൾസിലുണ്ട്. അത് തമ്മിൽ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. നൈട്രജനും അതുപോലെ ന്യൂട്രോണും റിയാക്ട് ചെയ്താൽ എന്താവും? അത് കാർബൺ 614 പ്ലസ് ഒരു ഹൈഡ്രജനുമായിട്ട് മാറും. ഓക്കെ, കാർബൺ 614 പിന്നെന്തുമായിട്ട് മാറും? ഹൈഡ്രജനുമായിട്ട് മാറും. ക്ലിയർ? അപ്പോൾ നോക്കുക, ഇവിടെ ഉണ്ടായിട്ടുള്ളത് സാധാരണ കാർബൺ അല്ല അല്ലെ, C614 ആണ്. C612 ആണ് സാധാരണ കാർബൺ. ഇതെന്താണ്? റേഡിയോ കാർബൺ ആണ്. ഓക്കെ, ഇത് റേഡിയോ കാർബൺ ആണ്. ഇനി എന്ത് സംഭവിക്കാന്ന് ചോദിച്ചാൽ, ഈ ഉണ്ടായ റേഡിയോ കാർബൺ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടായത് C614 ആണ്. ദിസ് റേഡിയോ കാർബൺ ഹാസ് ടു മെനി ന്യൂട്രോൺസ് ഫോർ സ്റ്റെബിലിറ്റി. ഇതിനകത്ത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കൂടുതലാണ്. കാർബൺ 614 കാർബൺ 612 കമ്പയർ ചെയ്താൽ 614 2 ന്യൂട്രോൺസ് എക്സ്ട്രാ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ടു മെനി ന്യൂട്രോൺസ്. അതുകൊണ്ട് ന്യൂട്രോൺസിന്റെ എണ്ണം കൂടിയാൽ ഇറ്റ് വിൽ അണ്ടർഗോ ബീറ്റ ഡീകേ അല്ലെ, ആൻഡ് ദസ് ഇറ്റ് ബീറ്റ ഡീകേസ് ഇൻ ടു നൈട്രജൻ 714 അല്ലെ. അതിന്റെ ആ പ്രോസസ്സിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ്? 5760 ഇയേഴ്സ് ആണ്. ക്ലിയർ ആയോ? ഞാനിവിടെ കാണിക്കാം. കാർബൺ 614 അല്ലേ, അതെന്താ ചെയ്യുന്നത്? അത് ബീറ്റ ഡീകേ നടത്താണ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും അല്ലെ. അങ്ങനെ എമിറ്റ് ചെയ്താൽ എന്താവും? ഇത് Z+1 ആവും. അപ്പൊ എന്താവും? ഇത് 7 ആവും. 7 ആയാൽ ഇത് നൈട്രജൻ ആവും 14 അല്ലെ. ഈ പ്രോസസ് നടക്കാൻ എടുക്കുന്ന ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 5760 ഇയേഴ്സ് ആണ്. ഓക്കെ, ഈ ഒരു ബീറ്റ ഡീകേ നടക്കാൻ. ഓക്കെ, അപ്പം എന്തായി? അവിടെ കാർബൺ 614 ഉണ്ടായി. ഇതിന് 5760 വർഷം കഴിഞ്ഞാൽ എന്തായി മാറുള്ളൂ?
അതിന്റെ ഹാഫ് ലൈഫ് ആവുള്ളൂ അല്ലേ, നൈട്രജൻ സാൻ 14 ആയി മാറുള്ളൂ. ഓക്കെ, ദാറ്റ് മീൻസ് കാർബൺ അതുപോലെ റേഡിയോ കാർബൺ ആയിട്ട് എവിടെ ഉണ്ട്, ഇപ്പം അറ്റ്മോസ്ഫിയറിലുണ്ട്. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ റേഡിയോ കാർബൺ അല്ലെ അറ്റ്മോസ്ഫിയറിലുള്ള ഈ റേഡിയോ കാർബൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, എന്തുണ്ടാകുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട്. അങ്ങനെ പ്ലാന്റ്സിൽ എന്തെത്തുന്നു, റേഡിയോ കാർബൺ എത്തുന്നു. പ്ലാന്റ്സിനെ അനിമൽസ് കൺസ്യൂം ചെയ്യുന്നു, അവരിൽ എന്ത് ചെയ്യുന്നു, റേഡിയോ കാർബൺസ് എത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ പാർട്ടിക്കിൾസിലും എന്തെത്തുന്നു, റേഡിയോ കാർബൺ എത്തുന്നു. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും റേഡിയോ കാർബൺ ആയി. ഓക്കെ, ഇത് നിങ്ങൾക്ക് പാരഗ്രാഫ് വായിച്ചെടുക്കാം, ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ പ്ലാന്റ്സിലും അനിമൽസിലും ഒക്കെ റേഡിയോ കാർബൺ ഉണ്ട്. ക്ലിയർ? ഇനി എന്താ സംഭവിക്കാൻ ചോദിച്ചാൽ, വെൻ ദ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഡൈ, അവർ മരിച്ചു പോയി കഴിഞ്ഞാൽ, പ്ലാന്റ്സോ അനിമൽസോ അത് മണ്ണടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താവും, ദേ നോ ലോങ്ങർ ടേക്ക് ഇൻ കാർബൺ ആറ്റംസ്, റേഡിയോ കാർബൺ ആറ്റംസ് പിന്നെ അവർ ഇൻടേക്ക് ചെയ്യില്ല അല്ലെ. അപ്പം എന്ത് ചെയ്യും, ആ റേഡിയോ കാർബൺ, അവരിലുള്ള ആ റേഡിയോ കാർബൺ ദേ വിൽ സ്റ്റാർട്ട് ഡീക്കേയിങ് ഇൻ ടു നൈട്രജൻ 14 അല്ലെ. ആ റേഡിയോ കാർബൺ നൈട്രജൻ 14ലേക്ക് ഡീക്കേ ചെയ്യാൻ എടുക്കും. ആഫ്റ്റർ 5760 years ദേ ഹാവ് ഓൺലി 1/2 ആസ് മച്ച് ആസ് ദി റേഡിയോ കാർബൺ ലെഫ്റ്റ്. 5760 വർഷം കഴിയുമ്പോൾ അവരിലുണ്ടായിരുന്ന കാർബണിന്റെ പകുതി ആയിട്ടുണ്ടാവും അല്ലെ. ബാക്കി എന്തായിട്ടുണ്ടാവും, നൈട്രജൻ സാൻ 14 ആയിട്ടുണ്ടാവും അല്ലെ. അതുപോലെ ഇതിന്റെ ഇരട്ടി 11,520 years ആകുമ്പോൾ 1/4 ആവും. അങ്ങനെ പോകും അല്ലെ. അപ്പൊ നമുക്കൊരു സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ, ആ സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എത്ര റേഡിയോ കാർബൺ റിമൈൻഡ് ഉണ്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഏജ് ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഏജ് ഗസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇത്. ഓക്കെ, a piece of wood from the ruins of an ancient dwelling was found to have 614 activity of 13 disintegrations per minute per gram of its carbon content. Okay, the carbon 14 activity of living wood is 16 disintegration per second. Okay, how long did the tree die from which the wood sample came? Okay, ഒരു സാമ്പിൾ കിട്ടിയിട്ടുണ്ട്, അതിന്റെ ആക്ടിവിറ്റി 13 ഡിസിന്റഗ്രേഷൻസ് ആണ്. ലിവിങ്ങിന്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോഴതിന്റെ എത്രയാണ്, 16 ഡിസിന്റഗ്രേഷൻസ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കൂടുതലുള്ളത് ഏതാവും, ലിവിങ് ആവും, കുറവുള്ളത് ഡെഡ് ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എത്ര മുമ്പ് മരിച്ചു പോയതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ, നമ്മുടെ ഫോമുല എന്താണ്, R = R0 λT. ഇതിന് നമുക്ക് എന്താ കണ്ടേ, ടി ആ കണ്ടേ. അപ്പൊ ടിക്കുള്ള എക്സ്പ്രഷൻ ഉണ്ടാക്കുക, നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്. ഓക്കെ, അതിന് ലോഗരിതം അപ്ലൈ ചെയ്ത് നമുക്ക് ടിക്ക് എക്സ്പ്രഷൻ ഉണ്ടാക്കാം, 1/λ log R0/R. ഓക്കെ, ഇനി R0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീഷ്യൽ ആക്ടിവിറ്റി അല്ലെ, എത്ര വരിക, 16 വരും. R എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോഴുള്ള ആക്ടിവിറ്റി, എത്രയാണ്, 13 വരും അല്ലെ. അപ്പൊ അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. T = 1/λ log R0/R, അത് 16/13 ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് 1.72 years എന്ന് വരും. ഓക്കെ, ഇതിനാണ് നമ്മൾ റേഡിയോമെട്രിക് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഡേറ്റിംഗ് ആണ് ജിയോളജിക്കൽ ഡേറ്റിംഗ്. എന്താണ് ജിയോളജിക്കൽ ഡേറ്റിംഗ്? റേഡിയോമെട്രിക് ഡേറ്റിംഗ് നമ്മൾ ആക്ടിവിറ്റി വെച്ചിട്ടാണ്, R വെച്ചിട്ടാണ് അല്ലെ. ജിയോളജിക്കൽ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് കാണുന്നത്, നമ്പർ ഓഫ് ന്യൂക്ലിയൈ വെച്ചിട്ട്. അപ്പൊ അതിന് ഇതേപോലെ T = 1/λ log N0/N അല്ലെ. നമുക്ക് നേരത്തെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായില്ലേ, N = N0 e⁻ λT എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ അല്ലേ. ഇതിൽ നിന്നും ടൈമിനൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കുക. അപ്പൊ ഒരു പാർട്ടിക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഇനീഷ്യൽ ആക്ടിവിറ്റി N0, പ്രസന്റ് ആക്ടിവിറ്റി N. ഓക്കെ, ആക്ടിവിറ്റി അല്ല, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെ. അപ്പം ആ ഒരു സാമ്പിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നോക്കുക, അതാണ് എന്ത്, N എന്ന് പറയുന്നത് അല്ലെ. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റിംഗ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. റേഡിയോ കാർബൺ ഡേറ്റിംഗ് വെച്ചിട്ട് നമുക്ക് 50,000 വർഷം മുമ്പുള്ളൊക്കെ കണ്ടെത്താൻ പറ്റുള്ളൂ, മീൻസ് മാക്സിമം. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് കുറെ 3.8 ബില്യൺ ഇയേഴ്സ്, 4.6 ബില്യൺ ഇയേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെച്ചിട്ട് ഡേറ്റ് ചെയ്ത് അതിന്റെ ഏജ് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ?